ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൂചിയും നൂലും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഷീനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ഉപയോഗിക്കുന്ന മെഷീനാണിത്, സിംഗർ സിമ്പിൾ മെഷീനാണ്. അപ്പോൾ നമ്മൾ ഇതിൽ എന്തൊക്കെയാണ് ഐറ്റംസുകൾ ഉള്ളതെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇത് നമ്മുടെ ചാനലിൽ രണ്ടാമത് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റൊക്കെ ചെയ്യുക. നമ്മുടെ ചാനൽ പുതിയൊരു ചാനലാണ്, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിതിന് എപ്പോഴും ഒരു കവറിൽ ഇട്ടുകൊണ്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കവറാണ് അത്. ഇതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇത് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു പെട്ടി ഉണ്ടല്ലോ, അതിലാണ് ഇട്ടിട്ട് വെക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു കവർ ഇതിന് ഊരിയെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീന്. ഇതിൽ ഒത്തിരി ഐറ്റംസുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മൾ നൂല് എങ്ങനെയൊക്കെയാണ് ഇടുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു നൂല് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ കാണുന്നുണ്ടാവും, ഈ ഒരു ഇതിങ്ങനെ പൊന്തിച്ചിട്ടാണ് ഇതിലൂടെയാണ് കേട്ടോ നമ്മൾ നൂലിട്ട് കൊടുക്കുന്നത്. ഇത് നൂലിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇതിന് വെച്ച് കൊടുക്കാനുള്ള സാധനം 2 എണ്ണം ഉണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ നൂലിനൊക്കെ ശരിക്കും ചെറുത് മതി. അപ്പോൾ ഇത് കുറച്ച് വലുതാണ്. നമ്മൾ എംബ്രോയ്ഡറി മെഷീൻ നൂലുകളൊക്കെ ഇതിലിടുമ്പോൾ അത് കുറച്ച് വലിപ്പം കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വലുത് കേട്ടോ. അപ്പോൾ ഇത് നൂലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നൂലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടാൻ പോകുന്ന ഫസ്റ്റത്തെ ഹോളാണിത്. അപ്പോൾ നമ്മൾ ഇതിലൂടെ ഇത് ഇട്ട് കൊടുക്കുന്നു. അതിന് ശേഷം ഇതാണ് രണ്ടാമത്തെ ഹോള്. ഇതിലൂടെ എടുത്തതിന് ശേഷം 3 ഇതിലൂടെ ഇങ്ങനെ ഇറക്കി കൊണ്ടുവരുന്നു. അതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇത് പൊന്തിച്ച് വെക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് നൂലിടാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇത് താഴേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. അതിന് ശേഷം ഇത് കണ്ടില്ലേ, ഇവിടെ ഇതിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഈ ഒരു സൂചിയിലൂടെ കോർത്ത് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ സൂചിയും നൂലും കേട്ടോ. സൂചിയും നൂലുള്ള പരിപാടി. അപ്പോഴേക്ക് അവനൊരു ഇത് പിടിച്ചിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ബാക്കി കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ പിന്നെ അടുത്തത് ഇത് നമ്മൾ ബോബിനിൽ നൂലിങ്ങനെ കയറ്റുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നൂല് ഇതിലിങ്ങനെ ചുറ്റിയിട്ട് വേണം ഇതിലൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബനിയൻ ക്ലോത്ത് അടിക്കുന്ന ടൈമിൽ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ജീൻസ് പല ടൈപ്പിന് കോട്ടൺ മെറ്റീരിയലിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതാണ് കേട്ടോ. നമ്മുടെ സാധാ കോട്ടൺ മെറ്റീരിയൽ ഇത് 4th ഇട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമ്മൾ ബനിയൻ ക്ലോത്തിൻ്റെത്. പിന്നെ അടുത്ത ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് കെട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൊണ്ട് ബാക്കിൽ തന്നെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത് കേട്ടോ. പിന്നെ അടുത്തത് നമ്മുടെ സ്റ്റിച്ചിൻ്റെ അകലം ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതും നമ്മുടെ സ്റ്റിച്ചിൻ്റെ അകലം ക്രമീകരിക്കാനുള്ളത് തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ വീതി കൂട്ടുന്നതാണ് ഇത് ലെങ്ത്ത് കൂട്ടുന്നതാണ് കേട്ടോ. നമ്മുടെ ഇങ്ങനെ വരുന്ന ഒരു ലെങ്ത്ത് കൂട്ടുന്നതാണ് ഈ ഒരു ഇത് കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ മെയിൻ നമ്മുടെ സ്റ്റിച്ചുകൾ കേട്ടോ. എംബ്രോയ്ഡറി മെഷീൻ്റെ സ്റ്റിച്ചുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ തന്നെയാണ്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണ് ചെയ്യലെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് വരുന്നത് കേട്ടോ. ഇതാണ് റണ്ണിങ് സ്റ്റിച്ച്. നമ്മൾ ബ്ലാക്ക് ഉണ്ട് ഇതൊക്കെ ഓരോരോ പോയിന്റ്സുകളാണ്. ഈ ഒരു പോയിന്റിൽ നമ്മൾ ബ്ലാക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലൂ വരുന്നുണ്ട്, പിന്നെ റെഡ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ബ്ലാക്കിൽ ഇട്ടിട്ടാണ് ഇത് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഈ നീലയും അതുപോലെ തന്നെ ഈ ചുവപ്പിലും വരുന്നത് നമ്മുടെ ജീൻസിലൊക്കെ ചെയ്യുന്ന ആ ഒരു 2 ടൈപ്പുള്ള അടി ഉണ്ടല്ലോ, അതാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലാക്കിലാണ് നമ്മൾ അടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു 4th ഇങ്ങനെ ഈ ഒരു ഇതിൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ഈ ഒരു ബ്ലൂ അതുപോലെ തന്നെ റെഡൊക്കെ വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ബാക്കിയുള്ള വരുന്നത് ഫുള്ളായിട്ട് എംബ്രോയ്ഡറിൻ്റെ ആണ്. ഈ എംബ്രോയ്ഡറി ചെയ്യുന്നത് എല്ലാതും ഈ ഒരു 0 to 1 ഉള്ളിലിട്ടിട്ടാണ് നമ്മൾ ചെയ്യാതെ. നമുക്ക് 0-ൽ കൊണ്ടുവെക്കാം. ഏറ്റവും ചെറിയ ഡിസൈനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതെല്ലാം കുറച്ചും കൂടി ഇങ്ങോട്ട് ഇതായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ്റെ അകലങ്ങൾ കൂടും. ഇത് നമ്മുടെ സാറ്റിൻ സ്റ്റിച്ചുകൾ പെട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ സാറ്റിനിൽ ഏറ്റവും ചെറുതിലിട്ട് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫൂട്ട് മാറ്റി കൊടുത്തിട്ട് ഈ ഒരു ഇതിലിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓവർലോക്കും ഇതിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓവർലോക്കിന് വേറെ ഒരു ഫൂട്ടാണ് ഉള്ളത്, ഈ ഒരു ഫൂട്ടല്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ
അടുത്തതെന്ന് പറഞ്ഞിട്ട് അപ്പം ഇത് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ബ്ലാക്കിൽ ഇട്ടിട്ട് ഈ ഇതിലൊക്കെ ഓരോരോ ബ്ലാക്ക് ബ്ലൂ റെഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലാക്കിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുക. ഈ എംബ്രോയ്ഡറീസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഈ ഒരു ബ്ലാക്ക് ചെയ്തിട്ട് എടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ബ്ലൂ ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതൊരു S1 S2 എന്നാണ്. അപ്പോൾ S1 ഇട്ടിട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിലുള്ള റെഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ S2 ഇട്ടിട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഇനി ഇതൊക്കെ അതുപോലെ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു ബ്ലാക്കിലെ ഡിസൈനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിത് 0 to 1 ഉള്ളിലിട്ടിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ തന്നെ ബ്ലൂവിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് S1 ഇട്ടിട്ട് ചെയ്യാം. അതിൽ റെഡിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ S2 ഇട്ടിട്ട് ചെയ്യാം. ഞാൻ ഇതിൻ്റെ വർക്കുകളൊക്കെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യേണ്ടത്. ഇതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതൊക്കെ സംഭവങ്ങൾ കേട്ടോ. പിന്നെ ഇതൊക്കെ ഫുൾ അതുപോലെ തന്നെയാണ്. നമ്മൾ ബ്ലാക്ക് ആണെങ്കിൽ ഇതിൽ 0 to 1, അതുപോലെ ഇതിൽ ബ്ലൂ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ S1 ഇട്ടിട്ട്, റെഡിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിലത്തെ S2 ഇട്ടിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഇതെന്തൊക്കെയാണെന്ന് തോന്നും. ഇത് നമ്മൾ ബട്ടൺ ഹോൾ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി, നമ്മുടെ ബട്ടൺക്ക് വേണ്ടിയിട്ടുള്ള ഹോൾ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളിത് ബട്ടൺ ഹോൾ തയ്ക്കുന്ന ടൈമിൽ ഫസ്റ്റിലിട്ടിട്ട് തയ്ക്കാം. അത് ആ ഫസ്റ്റ് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തതിൽ ഇട്ടിട്ട് തയ്ക്കുമ്പോൾ കുറച്ച് മുന്നിലേക്ക് പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 3ലേക്ക് തന്നെ ആക്കി കൊടുക്കുക. ഈ ഒരു 3 ഇത് നമ്മൾ ഈ ഒരു പോയിന്റിൻ്റെ കറക്റ്റ് പോയിന്റ് ആക്കിയിട്ട് വെക്കണം കേട്ടോ. അതേപോലെ തന്നെ ഇതിന് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ ഏതാണോ നമുക്ക് സംഖ്യകൾ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഒരു പോയിന്റ് കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതൊരു S3 ഇത് 3 ഇട്ടിട്ട് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 4 ഇട്ടിട്ട് ചെയ്യുക. അപ്പോൾ തന്നെ ബട്ടൺ ഹോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ പിന്നെ അതിൻ്റെ സെൻറ്ററിലൂടെ ഹോൾ ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അതിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റിച്ചിൻ്റെ സംഭവങ്ങളൊക്കെ ഇതിൽ വരുന്നത്. ഇത് നമ്മുടെ സിംഗർ സിമ്പിൾ മെഷീനിൽ വരുന്നത് കേട്ടോ. ഇത് ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 ഇയറൊക്കെ ആവാനായി തുടങ്ങിയിട്ടുണ്ടാവും. 3 ഇയർ കറക്റ്റ് ആയോന്നൊന്നും എനിക്ക് ഇപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇതേ അന്ന് ഇതിന് കറക്റ്റ് റേറ്റ് 11,500 ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് അന്ന് 12,500 അപ്പോൾ നമുക്ക് ഓഫറായിട്ട് അന്ന് എന്തൊക്കെയോ ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പരിചയമുള്ള കടയായിരുന്നു. അങ്ങനെ നമുക്ക് ഇത് അന്ന് 11,500, ഒറിജിനലായിട്ട് ഇതിന് 12,500 ആയിരുന്നു കേട്ടോ. അന്ന് നമുക്ക് 11,500 അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സിംഗർ സിമ്പിൾ ഫാഷൻ മേക്കർ. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് നോക്കാം. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടൊന്നും ആരും പേടിച്ച് പോകരുത്, കാരണം ഇത് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് നമ്മുടെ മെഷീനിൽ ഇതിൽ ഐറ്റംസുകൾ എന്തൊക്കെയുണ്ട് നോക്കാം. ഇതിൻ്റെ കൂട്ടുകളും എല്ലാതും ഇവിടെയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു കവറിൽ നമുക്ക് ഇതിൽ എന്തൊക്കെ ഐറ്റംസുകളാണ് ഉള്ളത് നോക്കാം. ഇത് നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ള കേസാണ് കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ സംഭവങ്ങൾ. അപ്പോൾ ഇത് എന്തിനൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞുതരാം. ഇത് നമുക്ക് ബട്ടണ് തുന്നിപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഈ ഒരു ഞാനിതിലൊന്ന് വെച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു 2 ഹോളുണ്ടല്ലോ, ഇവിടെ ഉണ്ട് 2 ഹോള്. അതുപോലെ നമുക്ക് ഈ ഒരു ഹോളിൽ ഇത് ഘടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിവിടെ ഫിറ്റായിട്ട് ഇരിക്കും. അപ്പോൾ നമുക്ക് തുണി ഇവിടെ അടിയിൽ വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് നമുക്ക് ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്മുടെ സാറ്റിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് ബട്ടൺ തുന്നിയിട്ടെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അടുത്തത് ഇത് നമുക്ക് ബട്ടൺ ഹോൾ റെഡിയാക്കിയിട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് ഇട്ടതിന് ശേഷമാണ് ഞാൻ ആ ബട്ടൺ ഹോളിന് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫൂട്ട് ഇതിങ്ങനെ ബാക്കിൽ നിന്നൊന്നും ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഒരു ഗഡിപ്പാണ്, അതിൽ നമ്മൾ ഇതിങ്ങനെ ഘടിപ്പിച്ചിട്ട് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സൂചി കുറച്ച് പൊന്തിച്ചിട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കൈ കൊണ്ട് ഈ ഒരു വിരലുകൊണ്ട് നമ്മൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറിച്ച് പോകും, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു കമ്പിയിലാണ് നമ്മളത് കൊടുക്കുന്നത്, വെച്ച് കൊടുക്കുന്നത് ഈ ഒരു കമ്പിയിലാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ബാക്കിൽ നിന്നൊന്ന് കൈയൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. വെക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് തള്ളി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സൗണ്ട് കേൾക്കും. അതുപോലെ തന്നെ കണ്ടില്ല, എത്രയേ ഉള്ളൂ. നമ്മൾ പ്രസ് ഇതിനനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ അതിൻ്റെ സ്പീഡ്. അപ്പോൾ അത് ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ ഓവർലോക്കിൻ്റെ ഫൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതൊരു റൗണ്ട് ഷേപ്പിലാണ് ഇത് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ
ഡ്രസ്സൊക്കെ ചെയ്യുന്ന ഓവർലോക്ക് ചെയ്യുന്ന സമയത്ത് അത് ഉരുണ്ടിട്ടിരിക്കാൻ കാരണം കേട്ടോ. അപ്പം നമ്മൾ ഡ്രസ്സിലെ ഫ്രോക്കിലൊക്കെ നമ്മൾ അടിയിൽ ഓവർലോക്ക് കൊടുക്കുന്നത് ഈ ഒരു ഫൂട്ട് വെച്ചിട്ടാണ്. ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ ഘടിപ്പിച്ച് കൊടുക്കാറുള്ളത്. ഇതേ ഈ ഒരു ഇതിൽ വെച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് കയറിയിരുന്നോളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മളത് ഇങ്ങോട്ട് എടുക്കുന്നതും ഈ ഒരു വിരൽ വെച്ചിട്ട് ഇങ്ങോട്ടൊന്ന് തള്ളി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓവർലോക്ക് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എനിക്കും അന്ന് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്തോ വെച്ചിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലിങ്ങനെ വെച്ചിട്ട് അങ്ങനെ എന്തോ ആണെന്നാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. കറക്റ്റായിട്ട് എന്തിനാണെന്ന് എനിക്കും അറിഞ്ഞൂടെ കേട്ടോ. ഇതും അതുപോലെ തന്നെ നമ്മൾ സിബ് ചെയ്യുന്ന ടൈമിൽ വെക്കുന്നതാണ്. എങ്ങനെയാണ് ഇതിൻ്റെ പ്രയോജനം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ സിബ് സാധാ നോർമലായിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതാണ്. അത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് നമ്മൾ ചെറിയ ഇതുപോലത്തെ നമ്മുടെ നോർമൽ ത്രെഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം വെച്ച് കൊടുത്താൽ മതി. നമ്മൾ എംബ്രോയ്ഡറി നൂലുകളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഹോള് കുറച്ച് വലിയതായിരിക്കും, കുറച്ച് വലിപ്പമുള്ള ത്രെഡിൻ്റെ ഈ ഒരു ഇതായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഊരിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വലിയത്. അപ്പോൾ ഞാൻ എപ്പോഴും ഇത് തന്നെയാണ് കേട്ടോ ഇടാറുള്ളത്. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതാണ്. ഇത് നമ്മുടെ ഏറ്റവും ഇതിൽ മെയിൻ നമുക്ക് എപ്പോഴും കാര്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ ഈ ഒരു സ്ക്രൂ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിക്കുന്ന ഒരു ഇത് തന്നെ പറയാം കേട്ടോ. അത് നമ്മൾക്ക് ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡിലൊക്കെ വരുന്ന സ്ക്രൂകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വെച്ചിട്ട് കഴിക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ഒരു സ്ക്രൂ ഒക്കെ നമുക്ക് കഴിക്കാം. പിന്നെ ഈ വരുന്ന ഒരു ചെറിയൊരു പോയിന്റിന് ഇവിടെ ചെറിയൊരു ബ്ലേഡാണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ത്രെഡൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലേഡാണ്. നമ്മൾ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മളെടുത്ത് പെട്ടെന്ന് കത്രിക ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ബ്ലേഡാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഈ ഒരു കവറിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പം അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിൽ തന്നെ വെച്ചിട്ട് ഇതിൽ വെച്ച് കൊടുക്കാനായിട്ടില്ല. ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള അടുത്ത പരിപാടി ഇതൊക്കെ ഇവിടേക്ക് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതുവരെ ആക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് കഴിക്കാൻ പോകുന്നത് കണ്ടില്ലേ, ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോബിൻ ഗൈസൊക്കെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പരിപാടി തന്നെയാണ് കേട്ടോ. ബോബിൻ ഗൈസിൻ്റെ പരിപാടിയൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ ഇനി ഞാൻ എന്തായാലും ഈ ഒരു നൂലും കൂടെ ഇതിൽ നിന്ന് കഴിച്ച് വെക്കട്ടെ കേട്ടോ. എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മളെ മെഷീൻ. ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈസിയാണ്. ഇത് കഴിച്ചിട്ടാണ് നമ്മൾ കാര്യമായിട്ട് എണ്ണ കൊടുക്കുന്ന ഈ ഒരു സ്പേസിലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കഴിക്കുന്നത് ഞാൻ ഫസ്റ്റ് നമുക്ക് നമ്മുടെ മെഷീനെ ഒന്ന് കിടത്തിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ഇതുപോലെ ഒന്ന് കിടത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ. ഇനി നമുക്ക് ഈ ഒരു ഡോറ് തുറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് ബ്ലാക്ക് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ഹിയർ ഉണ്ടല്ലോ, ഇത് രണ്ടും ഒന്നിങ്ങനെ ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ ഫസ്റ്റ് ഇതിൻ്റെ ഒരു റിങ് ആയിട്ടുള്ള ഈ ഒരു സാധനം ഇതിന്ന് ഊരിയിട്ടെടുക്കാം. ഞാനിപ്പോൾ ഒരു കൈ കൊണ്ട് ഫോൺ ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റിങ് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ ബോബിൻ ഗൈസ് ഇട്ട് കൊടുക്കുന്ന ഈ ഒരു റിങ്ങും കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിളാണ്. ഇതിൻ്റെ ഉള്ളിൽ ത്രെഡ് കൊടുങ്ങിയിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഈസിയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ മെഷീൻ്റെ ഓയിൽ നമുക്ക് കാണാം. ഞാനിതൊരു ഫെവിഗോളിൻ്റെ ഒരു ബോട്ടിൽ ഒഴിച്ച് വെച്ചാട്ടോ. കാരണം എൻ്റെ ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ള നമ്മുടെ മെഷീൻ്റെ ഓയിലാണ് ഇത്. നമ്മുടെ മൈക്രോന്ന് എഴുതിയിട്ടുള്ള ഓയിലാണ്. അപ്പോൾ ഞാനിത് ഇതിന് ലീക്കായി പോയിട്ട് കാരണം ഇതിൻ്റെ ഇവിടെ ഹോള് നല്ല പോലെ പൊട്ടിയിട്ടുണ്ട്. മുറുക്കി മൂടിയപ്പോൾ പൊട്ടിയതാണ് കേട്ടോ. കാരണം ഇവിടെ മക്കളുടെ ഇടയിലൊക്കെ ഇത് മുറുക്കി മൂടി വെച്ചിട്ടില്ലെങ്കിൽ അവരത് എടുത്തിട്ട് ശരിയാക്കും. അപ്പോൾ ഇതിന് ഞാനൊരു ഹോളിട്ട് കൊടുത്തിട്ട് ഇതിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിനിങ്ങനെ ഒന്ന് കണ്ടില്ല അല്ലേ, കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനിത് ഇതിങ്ങനെ ആക്കിയിട്ട് ഇല്ല. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഏതിലൂടെയൊക്കെയാണോ നമുക്ക് ഈ ഒരു സ്ഥലത്തും ഈ ഒരു ഇവിടെയും മാത്രമേ നമ്മൾ കാര്യമായിട്ട് എണ്ണ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലാത്തതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ നമ്മൾ അത് ശരിയാക്കി തരും എന്നാണ് പറഞ്ഞു. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെയൊക്കെയാണ് ഓയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഞാനൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ഓയിൽ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. ഫസ്റ്റ് ഞാൻ ഇതിനൊന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നമ്മൾ ഒന്ന് ഫസ്റ്റ് എണ്ണ എല്ലായിടത്തും ആക്കി കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഈ ഒരു രൂപത്തിലാണ് ഞാൻ ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. ഇനി അതിന് ശേഷം നമുക്ക്
ഈ ഒരു സാധനങ്ങൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനെങ്ങനെയാണ് വെക്കുന്നത് നോക്കാം. ഇത് ഈ ഒരു സ്ഥലത്ത് ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ ഇരിക്കുന്ന സ്ഥലമാവും. ഇങ്ങനെയുള്ള ഈ ഒരു സ്ഥലത്ത് ഇതിനെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്രേ ഇത് പരിപാടിയുള്ളൂ. ഇവിടെ ഇങ്ങനെ കണ്ടില്ല ഒരു ചാലുണ്ട്. അപ്പോൾ ഇത് അതിലങ്ങോട്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇതവിടെ ഫിറ്റായി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിന് ശേഷം നമുക്ക് ഈ ഒരു റിങ് വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു ഘടിപ്പ് ഇവിടെ മുകളിലും അതുപോലെ ഇവിടെ ചെറിയൊരു ഇതുണ്ട്, ഹോളുണ്ട്. അതിലേക്കാണ് നമ്മുടെ ഈ ഒരു ഭാഗം ഇറങ്ങിയിരിക്കേണ്ടത് കേട്ടോ. അത്രേ ഉള്ളൂ. അത് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അത് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 2 ബ്ലാക്ക് സാധനം നമുക്ക് ഇതിന് ഇങ്ങോട്ടും അതുപോലെ തന്നെ ഇതിന് ഇങ്ങോട്ടും ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓയിലൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് ഓയിൽ കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു മുടി ഇത്രയും നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കയ്യിൽ ഞാൻ ഈ ഒരു ഫോണിനെ ഇങ്ങനെ താത്തി പിടിച്ചതാട്ടോ. അപ്പോൾ ഞാൻ ഇതിനും കൂടെ ഒന്ന് ഇവിടെ ഇങ്ങനെ ഒന്ന് ഓയിലൊന്ന് ചുറ്റിച്ച് കൊടുത്താട്ടെ. അപ്പോൾ അവിടെ ഓയിലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ മെഷീനൊന്ന് നേരെ ഇട്ടാട്ടെ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, എൻ്റെ മകനുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിലൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലോത്തിലേക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഈ ഒരു സ്ഥലമൊക്കെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഇതുപോലെ ഇവിടെയൊക്കെ അങ്ങനെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ കാര്യമായിട്ടുള്ള ക്ലീനിങ് പരിപാടി കേട്ടോ. അത് നമുക്ക് ഒരുപാട് അടിക്കാനൊക്കെ കിട്ടുന്നതിൻ്റെ തലേദിവസം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അല്ലാത്ത എണ്ണ കൊടുക്കൽ പരിപാടിയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 24 മണിക്കൂർ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെഷീനാണെന്നുണ്ടെങ്കിൽ നമുക്കത് 2 മണിക്കൂർ ഇടവിട്ടിട്ട് എണ്ണ കൊടുക്കണം എന്നാണ് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഈ ഒരു ഘടിപ്പും കൂടെ വെച്ച് കൊടുക്കാട്ടെ കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മളിതിൻ്റെ ഒരു സാമ്പിൾ എണ്ണ കൊടുക്കൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അവർ പറയാറുള്ളത് 6 മാസം കൂടുമ്പോൾ ഇത് കടയിലേക്ക് കൊണ്ടുവരണം എന്നാണ്. പിന്നെ അവർ തന്നെ എണ്ണ കൊടുത്ത് തരുമെന്നാണ് പറയാറുള്ളത് കേട്ടോ. ഫുള്ളായിട്ടൊന്ന് കഴിച്ചിട്ട് ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവർ തന്നെ എണ്ണ കൊടുക്കുന്നതാണ് പറയാറുള്ളത്. അപ്പോൾ ഞാനിവിടെയൊക്കെ ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും എന്താ ചെയ്യാറെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പക്ഷേ എനിക്ക് മിഷീനൊരു ഗ്ലേസിങ് കിട്ടുന്നത് ഒരു ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുപോലെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ എൻ്റെ മകൻ എന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരുടെ ഹെൽപ്പിങ് ചില നേരത്ത് നമുക്ക് ഒരു പാരയായി പോകും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മെഷീൻ്റെ ഒരു പൂർണ്ണ രൂപം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിത് അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഞാൻ പിന്നെ മറ്റൊരു വീഡിയോയിൽ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ആക്സിലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെ പ്രസ് ചെയ്യുന്നതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മെഷീൻ നമുക്ക് നീങ്ങിപ്പോകുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്. പിന്നെ നമ്മളിത് സ്വിച്ച് ബോർഡിൽ കുത്തിയിട്ടാണ് നമുക്ക് എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് പിടിച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് എവിടെ വേണമെങ്കിലും സ്വിച്ച് ബോർഡുള്ള എടുത്ത് വേണമെന്നുണ്ടെങ്കിലും മെഷീന് കൊണ്ടുവച്ചിട്ട് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മെഷീൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ആയിട്ട് എന്തൊക്കെയോ ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയോ ഡൗട്ട്സ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അതിനനുസരിച്ചിട്ടുള്ള എല്ലാ വീഡിയോസും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പുതിയ ചാനൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചാനൽ അറിയുന്നുണ്ടാവും, ക്രിയേറ്റീവ് ഫാഷൻ വേൾഡ് എന്നാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇന്നത്തെ ഇത് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഒരു ഫുൾ മെത്തേഡായിട്ടുള്ള ഒരു തന്നെ വേറെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റിച്ചിങ് തമ്മിൽ ബന്ധപ്പെട്ടുള്ള എന്ത് ഡൗട്ട്സുകളും നിങ്ങൾക്ക് ഈ ഒരു കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ എന്തും എനിക്ക് അറിയുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തയ്ച്ചിട്ട് അത് കാണിച്ചു തരുന്നതായിരിക്കും. ഒരു പുതിയ ചാനൽ ആയതുകൊണ്ട് തന്നെ ഒത്തിരി കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടാവും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും എല്ലാ കൂട്ടുകാർക്കും ടേക്ക് കെയർ, ബൈ.